എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇറാഷണൽ നമ്പർ ഓൺ നമ്പർ ലൈനാണ് പഠിച്ചത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ. ബേസ് സെയിം ആണെങ്കിൽ പവർ ആഡ് ആവും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. A raised to m by a raised to n equal to a raised to m minus n. A raised to m whole raised to n equal to a raised to mn. A raised to 0 equal to 1. ab raised to m now ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് a raised to m into b raised to m. അതുപോലെ തന്നെ a by b whole raised to m എന്ന് പറഞ്ഞാലും a raised to m divided by b raised to m. ഇനി a raised to minus m. മൈനസ് എം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ പോസിറ്റീവ് എം ആവും. 1 by a raised to m. എ ബി raised to മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എം ആണ്. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതിയാൽ മതി ബി ബൈ എ ഹോൾ raised to m. 1 by a raised to മൈനസ് എം. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് ഉള്ളത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരും. ഇതുപോലെ ഇത് സ്ക്വയർ റൂട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. സ്ക്വയർ റൂട്ടിനെ നമ്മൾ വെറും ഇങ്ങനെ ഇട്ടിട്ട് എഴുതും. അപ്പൊ എ എന്ന് പറയുന്നത് എ റേസ് ടു 1/2. ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു 1/3. അപ്പൊ അങ്ങനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ റൂട്ട് എ എന്ന് പറയുന്ന എ റേസ് ടു 1/n. അതുപോലെ nth റൂട്ട് എ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ ആദ്യം എ 1/n എഴുതും, പിന്നെ ഹോൾ റേസ് ടു എം വരും. അപ്പൊ എ റേസ് ടു m/n. ഒരു ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മൾ ഇതാണ് ലോ ആണ് ഉപയോഗിക്കേണ്ടത്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പൊ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 17 2 പ്ലസ് മൈനസ് 5. അപ്പൊ 2 minus 5 that is equal to 17 raised to minus 3 അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ. 2 raised to 2/3 into 2 raised to 1/3. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്കിപ്പം ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 2/3 plus 1/3. ഇതിലും നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമ്മൾ LCM ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് വരും 3/3 is equal to 2. 2 raised to 1 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 raised to 1/6 ഹോൾ raised to 4. അപ്പൊ ഇതിന് നമ്മൾ ഏത് ഇതാണ് ഉപയോഗിക്കേണ്ടത്? ലോ ആണ് ഉപയോഗിക്കേണ്ടത്. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. എ റേസ് ടു എം എന്ന് വരും. അപ്പൊ 3 raised to 4/6 വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. 3 raised to 2/3. നെക്സ്റ്റ് 23 raised to minus 10 divided by 23 raised to 7. ഇത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം മൈനസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 23 raised to minus 17. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. 23 raised to 17. നെക്സ്റ്റ് 7 raised to minus 3. 9 raised to minus 3. അപ്പൊ ഇത് ബേസ് ഡിഫറെന്റ് ആണ്, പവർ സെയിം ആണ്. അപ്പൊ എങ്ങനെ എഴുതുക? അപ്പോ എങ്ങനെ എഴുതാ? 7 into 9 whole raised to minus 3. 1/63 raised to 3. അപ്പൊ നെക്സ്റ്റ് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 64 raised to 1/2. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 64. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ആണെന്ന് അറിയാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 64നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 3 32 2 1 12 6
raised to 6 ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 raised to 6 into 1/2. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാൻസൽ ആവും. അപ്പോൾ എങ്ങനെ വരും? 2 raised to 3. 2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8. ഇനി അതേപോലെ 32 raised to 1/5. 32 ഇതേപോലെ 32 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈ 2 ഇല്ല, ബാക്കിയല്ല 1 2 3 4 5. 2 raised to 5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 5 into 1/5. അപ്പോൾ 5 ക്യാൻസൽ ആയി 2 കിട്ടി. നെക്സ്റ്റ് 125. അപ്പോൾ 125നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 125നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5ൽ അവസാനിക്കുന്നതെല്ലാം നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 2s are 10. 25ൽ 5. അപ്പോൾ നമ്മൾ 125ൻ്റെത് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 5 ക്യൂബ്. അപ്പോൾ 5 ക്യൂബ് ഇൻറ്റു 1/3. അപ്പോൾ 3 ക്യാൻസൽ ആയി 5. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 9 raised to 3/2. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് 9 എന്ന് പറഞ്ഞാൽ 3 into 3. അപ്പോൾ 3 square. 3 square into 3/2. 3 square. 9 എന്ന് പറയുന്നത് 3 square. പിന്നെ ഈ 3/2 into 3/2 ആയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ 2 ക്യാൻസൽ ആയി എന്ത് വന്ന്? 3 ക്യൂബ്. 3 ക്യൂബ് എന്നാണ് 3 into 3 into 3. അപ്പോൾ 27. ഇതിൻ്റെ ആൻസർ 27. അടുത്തത് 32 raised to 2/5. 32 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 32ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 2 raised to 5 ആയിരുന്നു തോന്നുന്നു അല്ല. 2 1 6 2 8 2 4 2 2. അപ്പോൾ 2 raised to 5. 2 raised to 5 into 2/5. 2 raised to 5 into 2/5. ഇതിൽ 5 ക്യാൻസൽ ആയി. അപ്പോൾ 2 square. 2 square എന്ന് പറയുന്നത് എന്താണ്? 4. നെക്സ്റ്റ് 16 raised to 3/4. 16 ചെയ്യാം. 16 എന്ന് പറയുന്നത് 2 8 തന്നെ ബാക്കി വരുന്നത്. അപ്പോൾ 1 2 3 4. 2 raised to 4. 2 raised to 4 into 3/4. അപ്പോൾ 4 ക്യാൻസൽ ആയി എന്ത് വന്ന്? 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുന്നത് 8. നെക്സ്റ്റ് 125 raised to -1/3 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 125 ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ പോസിറ്റീവ് ആവും. 125ഉം നേരത്തെ നമുക്ക് കിട്ടിയതാണ്. 125 5 2 and 25 5 ക്യൂബ് അല്ലേ? അപ്പോൾ 1/5 ക്യൂബ് ഇൻറ്റു 1/3. ഈ 3 ക്യാൻസൽ ആയി. അപ്പോൾ 1/5. നെക്സ്റ്റ് 2 raised to 2/3 into 2 raised to 1/5. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബേസ് സെയിം ആയതുകൊണ്ട് പവർ ഏതാവും? 2 raised to 2/3 plus 1/5. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. 2 raised to LCM എന്ന് പറയുന്നത് 15. അപ്പോൾ 2 into 5 നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് 2 പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് LCM വരിക. 15 വന്നു. അപ്പോൾ ഈ 2നെ കൊണ്ട് ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 5 10 plus 1 into 3 3. That is equal to 2 raised to 13/15. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. 2 raised to 13/15. 1/3 cube whole raised to 7. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എങ്ങനെ എഴുതാം? 1 raised to 7 divided by 3 raised to 3 into 7 ആണ്. അപ്പോൾ 1 raised to 7 എന്ന് പറഞ്ഞാൽ 1. ഇത് 3 raised to 21. അപ്പോൾ 1/3 raised to 21. raised to 1/2 by 11 raised to 1/4. A raised to m by a raised to n. A raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n. അപ്പോൾ 11 raised to 1/2 minus 1/4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 11 4 LCM അല്ലേ? 4 LCM ആവുമ്പോൾ ഇത് 4 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ 2ന് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 minus
4 തന്നെയാണ്. അപ്പോൾ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 11 റേസ് ടു 1/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 റേസ് ടു 1/2 8 റേസ് ടു 1/2. ഇതിൽ നമുക്ക് ബേസ് ഡിഫറെൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ 7 × 8 ഹോൾ റേസ് ടു 1/2, അതായത് 56 റേസ് ടു 1/2. 56 റേസ് ടു 1/2 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് 4 3 റേസ് ടു 2. 4 എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ ആണ്. 2 × 2 ആണ് 4. 2 സ്ക്വയർ × 3/2. അപ്പോൾ 2 2 ക്യാൻസൽ ആയി 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുന്നത് 8. നെക്സ്റ്റ് 1000 റേസ് ടു 2/3. 1000 റേസ് ടു 2/3. 1000 എന്ന് പറയുന്നത് എന്താണ്? 10 ക്യൂബ്. 10 ക്യൂബ് × 2/3. 3 3 ക്യാൻസൽ ആയി 10 സ്ക്വയർ. 10 സ്ക്വയർ 100. Divided by x raised to q whole raised to p plus q into x raised to q divided by x raised to r whole raised to q plus r into x raised to r divided by x raised to p whole raised to r plus p. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഇത് a raised to m by a raised to n. അപ്പോൾ a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n, p minus q, എന്നിട്ട് all raised to p plus q അങ്ങനെ തന്നെ എഴുതുക. ഇൻറ്റു ആണ്. അപ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടാലും മതി, ഇൻറ്റു ഇട്ടില്ലേ കുഴപ്പമൊന്നുമില്ല. എക്സ് റേസ് ടു ക്യൂ മൈനസ് ആർ ഹോൾ റേസ് ടു ക്യൂ പ്ലസ് ആർ. എക്സ് റേസ് ടു ആർ മൈനസ് പി ഹോൾ റേസ് ടു ആർ പ്ലസ് പി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് റേസ് ടു ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇതും ഇൻറ്റു അല്ലേ ആവുക. പി മൈനസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ എന്തായി മാറി? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആയി മാറി. ഇൻറ്റു എക്സ് റേസ് ടു ഇത് ക്യൂ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയി മാറി. അതുപോലെ ഇത് എക്സ് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആയി മാറി. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇതിലും അതേപോലെ തന്നെ. അപ്പോൾ ഐഡന്റിറ്റി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വെച്ച് നമ്മൾ ഇങ്ങനെയായി മാറി. ഇനി എല്ലാത്തിൻ്റെ ബേസ് സെയിം ആണ്. അപ്പോൾ പവർ എന്താവും? ഏഡ് ആവും. അപ്പോൾ എക്സ് റേസ് ടു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഇതിൽ പ്ലസ് പി സ്ക്വയറും മൈനസ് പി സ്ക്വയറും പോയി. മൈനസ് ക്യൂ സ്ക്വയറും പ്ലസ് ക്യൂ സ്ക്വയറും പോയി. മൈനസ് ആർ സ്ക്വയറും പ്ലസ് ആർ സ്ക്വയറും പോയി. അപ്പോൾ എന്തായി? നമുക്കെല്ലാം ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു 0 ആണ്. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഏത് നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ നമുക്ക് 1 ആണ് കിട്ടും. ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ കാണാം.